ഇന്ന് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ് AH-64 അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്റർ. എമ്പുരാൻ എന്ന സിനിമയുടെ പോസ്റ്റർ കണ്ടപ്പോൾ എല്ലാവരും ലാലേട്ടന്റെ ആ മാസ് ലുക്കിലേക്ക് ആകൃഷ്ടരായപ്പോൾ എന്റെ ശ്രദ്ധ പോയത് ഈ യുദ്ധയന്ത്രത്തിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഹെലികോപ്റ്ററുകളിൽ ഒന്നായ അപ്പാച്ചെ ഇംഗ്ലീഷ് സിനിമകളിലും അമേരിക്കൻ മിലിറ്ററി വാർത്തകളിലും മാത്രമേ ഇതുവരെ പലർക്കും പരിചിതമായിട്ടുള്ളൂ. പക്ഷേ ഈ യന്ത്രത്തിന്റെ കഥ അതിനേക്കാൾ വലുതാണ്. ഒരു കർഷകൻ ഇറാഖ് യുദ്ധസമയത്ത് ഇതിനെ വെടിവെച്ചിട്ടത് വരെ ഒരു വലിയ വാർത്തയായി മാറി. 1970കളിൽ US ആർമിയുടെ ആവശ്യത്തിനായി വികസിപ്പിച്ച ഈ ഹെലികോപ്റ്റർ ഇന്ന് ഒരു യുദ്ധമുഖത്തിന്റെ പ്രതീകമാണ്. ഈ എഞ്ചിനീയറിംഗ് അത്ഭുതത്തിന്റെ കഥയിലേക്ക് ഒന്ന് കടന്നു നോക്കാം. AH-64 അപ്പാച്ചെ ഹെലികോപ്റ്ററിന്റെ കഥ തുടങ്ങുന്നത് 1970കളിലാണ്. US ആർമിക്ക് ഒരു അഡ്വാൻസ്ഡ് അറ്റാക്ക് ഹെലികോപ്റ്റർ ആവശ്യമായി വന്നപ്പോൾ 1972ൽ അവർ ഒരു പ്രോഗ്രാം ആരംഭിച്ചു. അഡ്വാൻസ്ഡ് അറ്റാക്ക് ഹെലികോപ്റ്റർ പ്രോഗ്രാം എന്നു പേര്. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം പഴയ ഹെലികോപ്റ്ററുകൾക്ക് പകരം ശത്രുക്കളുടെ ടാങ്കുകളെയും സൈന്യത്തെയും തകർക്കാൻ കഴിവുള്ള ഒരു യന്ത്രം വേണമെന്ന് അവർ ആഗ്രഹിച്ചു. ഈ ദൗത്യത്തിനായി ഹ്യൂസ് ഹെലികോപ്റ്റർ കമ്പനി മുന്നോട്ട് വന്നു. അവർ AH-64 എന്ന ഒരു മാതൃക വികസിപ്പിച്ചു. 1975 സെപ്റ്റംബർ 30 ഈ മാതൃക ആദ്യമായി പറന്നു. അതിന്റെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു. അതേസമയം ബാൽ ഹെലികോപ്റ്റർ കമ്പനി AH-63 എന്ന മറ്റൊരു മാതൃകയും അവതരിപ്പിച്ചു. 1976ൽ ഈ രണ്ട് ഹെലികോപ്റ്ററുകളും തമ്മിൽ ഒരു മത്സരം നടന്നു. AH-64 അതിന്റെ മികവ് തെളിയിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു. ഹ്യൂസ് കമ്പനിയുടെ ഈ ഡിസൈൻ ഒരു വലിയ നേട്ടമായി മാറി. 1982ൽ അപ്പാച്ചെ പൂർണ്ണതോതിൽ ഉൽപ്പാദനത്തിന് തുടക്കം കുറിച്ചു. 1984ൽ US ആർമിയിൽ ഔദ്യോഗികമായി സേവനം ആരംഭിച്ചു. പിന്നീട് ഹ്യൂസിനെ ബോയിങ് കമ്പനി ഏറ്റെടുത്തപ്പോൾ അപ്പാച്ചെ ബോയിങ്ങിന്റെ ഒരു പ്രധാന ഉൽപ്പന്നമായി മാറി. ഈ ഹെലികോപ്റ്ററിന് അപ്പാച്ചെ എന്ന പേര് ലഭിച്ചത് അമേരിക്കൻ നേറ്റീവ് ഗോത്രമായ അപ്പാച്ചയിൽ നിന്നാണ്. അവരുടെ യുദ്ധവീര്യത്തിന്റെ ഒരു ആദരവായി. 1986 ഏപ്രിലോടെ അപ്പാച്ചെ US ആർമിയുടെ ഒരു പ്രധാന യുദ്ധ ഉപകരണമായി മാറി. ഈ ഹെലികോപ്റ്റർ 16 രാജ്യങ്ങളിൽ 1100ലധികം എണ്ണം സേവനത്തിലുണ്ട്. അതിന്റെ വിശ്വാസ്യതയും കഴിവും ലോകമെമ്പാടും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 2025 മാർച്ച് 20 വരെയുള്ള കണക്കനുസരിച്ച് അപ്പാച്ചെ ഇപ്പോഴും ഒരു പ്രധാന യുദ്ധശക്തിയാണ്. അപ്പാച്ചെയുടെ തുടക്കം ഒരു സാങ്കേതിക വിപ്ലവമായിരുന്നു. 2 ജനറൽ ഇലക്ട്രിക് T700 GE701 എഞ്ചിനുകൾ അതിന് ശക്തി നൽകുന്നു. ഓരോന്നിനും 1690 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഈ എഞ്ചിനുകൾ അപ്പാച്ചെയ്ക്ക് മണിക്കൂറിൽ 293 കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ സഹായിക്കുന്നു. 14.6 മീറ്റർ നീളവും 4.8 മീറ്റർ ഉയരവുമുള്ള ഈ ഹെലികോപ്റ്റർ ഒരു ഭീമനല്ല, പക്ഷേ അതിന്റെ കഴിവ് അതിനെ ഒരു ഭീകരനാക്കി മാറ്റുന്നു. 5165 കിലോഗ്രാം ഭാരമുള്ള ഈ യന്ത്രം 2800 കിലോഗ്രാം വരെ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതാണ്. ഈ സാങ്കേതിക മികവ് അപ്പാച്ചയെ ഒരു യുദ്ധമുഖത്ത് അപരാജിതനാക്കി. അതിന്റെ വികസനം ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടു. AH-64 അപ്പാച്ചെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാകാൻ കാരണം അതിന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ്. ടാർഗറ്റ് ചെയ്യുന്നതിനും രാത്രി കാഴ്ചക്കുമായി ഇത് വിപുലമായ സെൻസറുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. ടാർഗറ്റ് അക്വിസിഷൻ ആൻഡ് ഡെസിഗ്നേഷൻ സിസ്റ്റം TADS എന്ന സംവിധാനം അപ്പാച്ചെയുടെ കണ്ണുകളാണ്. ഇതിൽ ഒരു ഫോർവേഡ് ലുക്കിംഗ് ഇൻഫ്രാറെഡ് FLIR സെൻസർ ഉൾപ്പെടുന്നു. ഇത് രാത്രിയിലും മോശം കാലാവസ്ഥയിലും ശത്രുക്കളെ കണ്ടെത്താൻ സഹായിക്കുന്നു. പൈലറ്റിന്റെ ഹെൽമറ്റിൽ ഘടിപ്പിച്ച ഒരു ഡിസ്പ്ലേ സിസ്റ്റം ഉപയോഗിച്ച് തല ചലിപ്പിക്കുന്നതിനനുസരിച്ച് ടാർഗറ്റുകൾ ലക്ഷ്യമിടാം. ഇത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ നിന്ന് എടുത്തതുപോലെ തോന്നും. ഈ സാങ്കേതിക വിദ്യ അപ്പാച്ചയെ ഒരു ഹണ്ടർ ആക്കി മാറ്റുന്നു. അപ്പാച്ചെയുടെ ആയുധങ്ങൾ അതിനെ ഒരു യുദ്ധ ഭീകരനാക്കുന്നു. 30 mm M230 ചെയിൻ ഗൺ അതിന്റെ പ്രധാന ആയുധമാണ്. ഒരു മിനിറ്റിൽ 625 റൗണ്ടുകൾ വരെ വെടിവെക്കാൻ കഴിയും. ഈ തോക്ക് ശത്രുക്കളുടെ വാഹനങ്ങളെയും സൈനികരെയും എളുപ്പത്തിൽ തകർക്കും. കൂടാതെ AGM-114 ഹെൽഫയർ മിസൈലുകൾ അപ്പാച്ചെയുടെ മറ്റൊരു ശക്തിയാണ്. ഈ ലേസർ ഗൈഡഡ് മിസൈലുകൾ ടാങ്കുകളെ പോലും നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിക്കും. 8 കിലോമീറ്റർ ദൂരം വരെ എത്തും. ഹൈഡ്ര 70 റോക്കറ്റ് പോഡുകൾ മറ്റൊരു ആയുധമാണ്. ഒരു സമയം 19 റോക്കറ്റുകൾ വരെ വിക്ഷേപിക്കാൻ കഴിയും. ഈ ആയുധ സംയോജനം അപ്പാച്ചയെ ഒരു വൺ മാൻ ആർമി ആക്കി മാറ്റുന്നു. യുദ്ധമുഖത്ത് ഒരു ശക്തമായ സാന്നിധ്യമാക്കുന്നു. പിന്നീട് അപ്പാച്ചെ നവീകരിക്കപ്പെട്ടു. AH-64D ലോംബോ അപ്പാച്ചെ എന്ന പതിപ്പ് 1990കളിൽ അവതരിപ്പിച്ചു. ഈ പതിപ്പിൽ ഒരു ലോംബോ റഡാർ ഉൾപ്പെടുത്തി 8 കിലോമീറ്റർ ദൂരത്തിൽ 128 ടാർഗറ്റുകൾ വരെ കണ്ടെത്താൻ കഴിയും. ഫയർ ആൻഡ് ഫോർഗറ്റ് ഹെൽഫയർ മിസൈലുകൾ ഈ പതിപ്പിന്റെ മറ്റൊരു സവിശേഷതയാണ്. ഒരിക്കൽ വിക്ഷേപിച്ചാൽ പൈലറ്റിന്റെ നിയന്ത്രണം ആവശ്യമില്ലാതെ ടാർഗറ്റിനെ തേടിപ്പിടിക്കും. 2025ലെ കണക്കനുസരിച്ച് AH-64E അപ്പാച്ചെ ഗാർഡിയൻ എന്ന പുതിയ പതിപ്പ് ഏറ്റവും നൂതനമാണ്. മെച്ചപ്പെട്ട എഞ്ചിനുകളും ഡ്രോൺ നിയന്ത്രണ ശേഷിയും ഉൾപ്പെടുത്തി. ഈ നവീകരണങ്ങൾ അപ്പാച്ചയെ ഇന്നും ഒരു പ്രധാന യുദ്ധ ശക്തിയാക്കി നിലനിർത്തുന്നു. സാങ്കേതിക മികവിന്റെ ഒരു ഉദാഹരണമായി മാറ്റുന്നു. അപ്പാച്ചെ ഹെലികോപ്റ്റർ ലോകമെമ്പാടുമുള്ള യുദ്ധമുഖങ്ങളിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 1989ലെ പനാമ ആക്രമണത്തിൽ അപ്പാച്ചെ ആദ്യമായി യുദ്ധത്തിൽ ഉപയോഗിച്ചു. അവിടെ ശത്രു സ്ഥാപനങ്ങൾ വേഗത്തിൽ തകർത്തു. 1991ലെ പേർഷ്യൻ ഗൾഫ് യുദ്ധത്തിൽ അപ്പാച്ചെ ഒരു ഗെയിം ചേഞ്ചറായി മാറി.
ഇറാഖിന്റെ ടാങ്കുകളും റഡാർ സംവിധാനങ്ങളും നശിപ്പിക്കാൻ അപ്പാച്ചെ നിർണായക പങ്ക് വഹിച്ചു. ഡെസേർട്ട് സ്റ്റോം ഓപ്പറേഷനിൽ ശത്രുക്കൾക്ക് ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഭയമുള്ള ഒരു യന്ത്രമായി മാറി. ഈ യുദ്ധത്തിൽ 277 അപ്പാച്ചെകൾ ഉപയോഗിച്ചു, 500-ലധികം ടാങ്കുകൾ നശിപ്പിച്ചു എന്നാണ് കണക്ക്. ഈ വിജയം അപ്പാച്ചെയുടെ പ്രശസ്തി ലോകമെമ്പാടും എത്തിച്ചു. 1990കളിൽ കൊസോവോ യുദ്ധത്തിലും 2000കളിൽ അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് യുദ്ധങ്ങളിലും അപ്പാച്ചെ ഒരു പ്രധാന ശക്തിയായി തുടർന്നു. 2003-ലെ ഇറാഖ് യുദ്ധത്തിൽ ഒരു അപ്പാച്ചെ ഒരു കർഷകന്റെ വെടിയേറ്റ് തകർന്നത് ഒരു വലിയ വാർത്തയായി. താഴ്ന്നു പറന്ന ഈ ഹെലികോപ്റ്ററിന് നേരെ ഒരു കർഷകൻ തന്റെ റൈഫിൾ ഉപയോഗിച്ച് വെടിവെച്ചു. അതിന്റെ വാലിലെ റോട്ടർ കൺട്രോൾ സിസ്റ്റം തകർന്നു. പൈലറ്റ് പേടകം നിലത്തിറക്കാൻ നിർബന്ധിതനായി. ഇത് ലോകത്തിന് അപ്പാച്ചെയുടെ പരാജയപ്പെടാവുന്ന ഒരു വശം കാണിച്ചു. എങ്കിലും ഇത്തരം സംഭവങ്ങൾ അപവാദമാണ്. അപ്പാച്ചെ യുദ്ധമുഖങ്ങളിൽ ഒരു അപരാജിത ശക്തിയായി തുടരുന്നു. 2025 മാർച്ച് വരെ അപ്പാച്ചെ ഇപ്പോഴും സജീവമാണ്. അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളിൽ ഒരു പ്രധാന ഭാഗമായി നിലനിൽക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരെയും ഇറാഖിൽ IS ഭീകരവാദികൾക്കെതിരെയും അപ്പാച്ചെ വിജയകരമായ ദൗത്യങ്ങൾ നടത്തി. ഈ ഹെലികോപ്റ്റർ ശത്രുക്കൾക്ക് ഒരു ഭീഷണിയും സഖ്യകക്ഷികൾക്ക് ഒരു സുരക്ഷയുമാണ്. യുദ്ധമുഖങ്ങളിൽ അപ്പാച്ചെയുടെ ശബ്ദം കേൾക്കുമ്പോൾ അത് ഒരു മുന്നറിയിപ്പാണ്, ഒരു ശക്തമായ ശത്രു അടുത്തെത്തിയിരിക്കുന്നു എന്ന്. ഈ യുദ്ധവീര്യം അപ്പാച്ചയെ ഒരു ചരിത്ര യന്ത്രമാക്കി മാറ്റി. അതിന്റെ പങ്ക് ഒരിക്കലും മറക്കപ്പെടില്ല. അപ്പാച്ചെ ഒരു യുദ്ധയന്ത്രം മാത്രമല്ല, ഒരു സാംസ്കാരിക പ്രതീകവുമാണ്. എമ്പുരാൻ പോസ്റ്ററിൽ അപ്പാച്ചെ കണ്ടപ്പോൾ അത് ഒരു മലയാള സിനിമയിൽ എങ്ങനെ എത്തി എന്ന് ചിന്തിക്കാൻ തോന്നി. ഹോളിവുഡ് സിനിമകളിൽ അപ്പാച്ചെ ഒരു സ്ഥിരം സാന്നിധ്യമാണ്. ബ്ലാക്ക് ഹോക്ക് ഡൗൺ, ട്രാൻസ്ഫോർമേഴ്സ്, G.I. ജോ പോലുള്ള ചിത്രങ്ങളിൽ ഈ ഹെലികോപ്റ്റർ യുദ്ധരംഗങ്ങൾക്ക് ശക്തി പകരുന്നു. ഈ സിനിമകൾ അപ്പാച്ചയെ ഒരു ആക്ഷൻ ഹീറോയുടെ സ്ഥാനത്ത് എത്തിച്ചു, യുദ്ധത്തിന്റെ ഒരു മുഖമായി അവതരിപ്പിച്ചു. മലയാള സിനിമയിൽ എമ്പുരാൻ പോലുള്ള ചിത്രങ്ങൾ ഇത്തരം യന്ത്രങ്ങളെ ഉൾപ്പെടുത്തുമ്പോൾ അത് കഥയ്ക്ക് ഒരു ആഗോള മാനം നൽകുന്നു. അപ്പാച്ചെ വീഡിയോ ഗെയിമുകളിലും ഒരു താരമാണ്. കോൾ ഓഫ് ഡ്യൂട്ടി, ബാറ്റിൽ ഫീൽഡ് പോലുള്ള ഗെയിമുകളിൽ അപ്പാച്ചെ ഒരു ശക്തമായ ആയുധമായി ഉപയോഗിക്കപ്പെടുന്നു. ഈ ഗെയിമുകൾ യുവാക്കൾക്കിടയിൽ അപ്പാച്ചെയുടെ പ്രശസ്തി വർദ്ധിപ്പിച്ചു, അതിന്റെ യുദ്ധശക്തിയെ ഒരു വിനോദമാക്കി മാറ്റി. എമ്പുരാൻ പോലുള്ള സിനിമകൾ ഇത്തരം യന്ത്രങ്ങളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ അത് ഒരു പുതിയ തലമുറയെ ബഹിരാകാശത്തിന്റെയും യുദ്ധ സാങ്കേതികതയുടെയും അത്ഭുതങ്ങളിലേക്ക് ആകർഷിക്കുന്നു. ഈ സാംസ്കാരിക സ്വാധീനം അപ്പാച്ചയെ ഒരു യന്ത്രത്തിനപ്പുറം ഒരു പ്രതീകമാക്കി മാറ്റുന്നു. ഈ യാത്ര അവസാനിപ്പിക്കുമ്പോൾ അപ്പാച്ചെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണെന്ന് വ്യക്തമാണ്. 1970കളിൽ ഒരു ആശയമായി തുടങ്ങി, ഇന്ന് അത് ലോകത്തിന്റെ ഏറ്റവും ശക്തമായ യുദ്ധ ഉപകരണങ്ങളിൽ ഒന്നായി മാറി. ഈ വിഷയം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.